ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഇന്നോട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്പെഷ്യൽ രസമാണ്. ഇപ്പോൾ കുറച്ച് മധുരവും പുളിയും എരിവും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ രസമാണ്. എല്ലാവരും രസത്തിലും മധുരം ചേർക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊരു സ്പെഷ്യൽ രസമാണ്. അമ്മയുടെ റെസിപ്പിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കട്ടോ നമുക്കിത്. അപ്പം ഇതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചേക്കണേ. തക്കാളി, 2 തക്കാളി, അത്യാവശ്യം വലിയ 2 നന്നായി പഴുത്ത തക്കാളി വേണം കേട്ടോ, 2 എണ്ണം. പിന്നെ വേണ്ടത് കായപ്പൊടി 1/4 ടീസ്പൂണ്, ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക്, 1 നുള്ളു മഞ്ഞൾ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കടുക് വറുത്ത് കുറച്ച് കടുക്, 1 നുള്ളു കടുക്, 1 നുള്ളു ജീരകം, പിന്നെ 1 ചുവന്ന മുളക്. ഇത്രയും കടുക് വറുക്കാൻ വേണം. പിന്നെ പുളി അവസാനം നമ്മൾ പിഴിഞ്ഞൊഴുക്കി കേട്ടോ. അത് ഒരു ചെറിയൊരു കഷ്ണം പുളി പിഴിഞ്ഞെടുക്കാം. പിന്നെ ശർക്കര 1 ടേബിൾ സ്പൂൺ, നന്നായിട്ട് ചെറുക്കിയെടുത്തത്, പൊടിച്ചെടുത്ത ശർക്കര. ഇത്രയും സാധനങ്ങളാണ് അപ്പം നമുക്ക് ഈ സ്പെഷ്യൽ രസം ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ വെള്ളം ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആദ്യം കടുക് വറുക്കാം. ജീരകവും 1 നുള്ളു ജീരകം, കടുക്, ചുവന്ന മുളക് 1 എണ്ണം. ഇത്രയും നമുക്ക് ആദ്യം കടുക് വറുക്കാം. എന്നിട്ടത് അതിൻ്റെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് തക്കാളിയൊക്കെ ചേർക്കാം. ഓക്കെ, നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും പല രാജ്യത്ത് ഉള്ളവരാണല്ലോ. എല്ലാ രാജ്യവും വളരെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ മാക്സിമം വീട്ടുകാരുടെ കൂടെ ഇരുന്ന്, ഇപ്പോൾ ദൂരസ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രീതിയിൽ അതിൻ്റെ സേഫായിട്ടിരിക്കുക. ഓക്കെ, പച്ചമുളക് ഇട്ടു. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഞാൻ ഇളക്കുകയാണ്. ഇപ്പം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ മുളക് പൊടിയുടെ മല്ലിപ്പൊടി ഇപ്പോൾ 1 എടുക്കുന്നതെങ്കിൽ മറ്റു തരാം. അപ്പം ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മല്ലിപ്പൊടിയുടെ അളവും കൂടെ കൂടണം കേട്ടോ. ഉലുവാപ്പൊടി അതൊക്കെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സ്വാദൊക്കെ ഇപ്പം ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. കായ അവസാനം ചേർക്കാൻ പാടില്ല കേട്ടോ. കായും കറിവേപ്പില, കുരുമുളക് പൊടി വീണ്ടും ഇളക്കുക. നമുക്ക് വെള്ളം ഒഴിക്കാം.
രസം കുറച്ച് കൂടുതൽ തിളച്ചാലും കുഴപ്പമില്ല, സാമ്പാർ അധികം തിളക്കരുതെന്നാണ് പറയണേ. ഞാൻ ഈ പുളി ജസ്റ്റ് ഒന്ന് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം പുളി മതി. ഇപ്പം തക്കാളിക്ക് നല്ല ഭയങ്കര പുളിയുള്ള തക്കാളി ആണെങ്കിൽ പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. കുറച്ച് മതി. ഇനി ഉപ്പ് ചേർക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളമാവാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണല്ലേ. അപ്പം ഇച്ചിരി ശർക്കരയൊക്കെ ഇട്ടൊരു മധുരമൊക്കെ വരുത്തി ഒരു പ്രത്യേക രീതിയിൽ നമുക്കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉപ്പുണ്ടോ നിങ്ങൾ നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇടാം. തിളച്ച് വരുന്നുണ്ട്. സമയത്ത് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. കായം കൂടെ ഇടുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഞാനിട്ട് കായ ഇടുകയാണ്. എന്നിട്ട് ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ രസം റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.